We are going to learn 9th standard എക്കണോമിക്സ് ആണ്. അതായത് ഹിസ്റ്ററിയുടെ പാർട്ട് 3 ആയിട്ടുള്ള ഭാഗത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. അതായത് ഒരുപാട് സ്ഥാപനങ്ങളാണ് അല്ലേ. ബാങ്ക് ഉണ്ട്, കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ഇതാ ഇവിടെ നെയ്ത്ത് നടത്തുന്നുണ്ട്, പിന്നെ ഫാക്ടറി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഓരോ ആളുകളും ഓരോ തൊഴിലുകളിലാണ് ഏർപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലുകളെല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, സാമ്പത്തിക പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ചില സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടാവാം, അല്ലാത്തവ എങ്ങനെയാണ് വ്യവസായം കൊണ്ടാവാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടാകാം. ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രധാനമായും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ. ഇതാണ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ദ്വിതീയ, തൃതീയ. ഓക്കെ, ദ്വിതീയ, തൃതീയ, പ്രാഥമിക എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതില് ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് പ്രാഥമിക മേഖല എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് നമുക്ക് നോക്കാം. അതായത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളെ ആണ് പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷതയാണ് എന്ന് പറയുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷത എന്ന് അറിയപ്പെടുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ചിലപ്പോൾ ഇങ്ങനെ ഉദാഹരണം തന്നിട്ട് ചോദിക്കുക ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ കൃഷിക്ക് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖലയെ കാർഷിക മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പ്രൈമറി സെക്ടർ, അവിടെ എന്തിനെയൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് അതിനെ കാർഷിക മേഖല എന്നറിയപ്പെടുന്നു, ഇതൊക്കെയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതില് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അല്ലെങ്കിൽ സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്ഥിതി വിവര കണക്കുകൾ, സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ NSO എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിൽ. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്. അതായത് മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്ന് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് NSO. അപ്പൊ NSOയുടെ കടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്, ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ എന്ത് ചെയ്യും, ഇവര് കളക്ട് ചെയ്യുകയും അത് എന്ത് ചെയ്യും, വിശകലനം അനലൈസ് ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും പിന്നെ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് നമ്മുടെ NSO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് NSO എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഏത്, നമ്മുടെ പ്രാഥമിക മേഖല. അതുപോലെ തന്നെ ഇവിടെ വിവിധ തരം സാമ്പത്തിക പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖല, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ വ്യവസായം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കന്നുകാലി വളർത്തൽ, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ഏതൊക്കെയാണ്, ആരോഗ്യം, ജലവിതരണം, വനം.
ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ നമ്മുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത്. മേഖലയല്ല, നടപ്പാക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയാം അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പൂർത്തിയാക്കണം, അത് ചെക്ക് ചെയ്തതിന് ശേഷം. ഓക്കെ, അതുപോലെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന എന്താണ് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല എന്ന് പറയുന്നത് വ്യവസായ, നിർമ്മാണ എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്? ആദ്യത്തേത് കൃഷിയായിരുന്നു, രണ്ടാമത്തേതാണ് വ്യവസായവും നിർമ്മാണവുമാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്. ഇത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് ദ്വിതീയ മേഖല എന്നും ഓർത്തുവെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖലയിലാണ്. ഇവിടെ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ എന്തെന്നറിയപ്പെടുന്നു? വ്യവസായ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും വിളിക്കുന്നുവെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ അതാണ് ദ്വിതീയ മേഖല. ഇവിടെ അതും നിങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഈ ഡയഗ്രാം ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്താണ് തൃതീയ മേഖല അല്ലെങ്കിൽ ടെറിട്ടറി സെക്ടർ എന്ന് നോക്കാം. അതായത് പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നതാണ് നമ്മുടെ ഈ തൃതീയ മേഖലയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതും തൃതീയ മേഖലയിലാണ്. അതിനാൽ തൃതീയ മേഖലയെ സേവന മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് തൃതീയ മേഖലയെ എന്തെന്ന് അറിയപ്പെടുന്നു? സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല എന്നും അറിയപ്പെടുന്നു. സേവന മേഖല എന്നറിയപ്പെടുന്നത് ഏതിനെ ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ടെറിട്ടറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖലയാണെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. നമ്മൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് പഠിച്ചു? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷിയാണ്. പിന്നെ നമ്മൾ ദ്വിതീയ മേഖലയിലോട്ട് വരുമ്പോൾ എന്താണ്? അതായത് അവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നു? പുതിയ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിനെയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. തൃതീയ മേഖല എന്ന് പറയുമ്പോൾ പ്രാഥമികയും ദ്വിതീയവുമായിട്ടുള്ള മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിപണനം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവരെന്താണ്? ആരോഗ്യം, വിദ്യാഭ്യാസത്തിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്. ഏത്? തൃതീയ മേഖല എന്നും ഓർത്തുവെക്കുക. അടുത്തത് കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ മറ്റു രണ്ട് മേഖലകൾ ഇങ്ങനെയെല്ലാം സഹായകരമാകുന്നു എന്നാണ്. അതായത് ദ്വിതീയ മേഖലയിൽ നിന്ന് സ്വീകരിക്കുന്നവയുണ്ട്, തൃതീയ മേഖലയിൽ നിന്ന് സ്വീകരിക്കാവുന്നവ. അത് നിങ്ങളത് നോക്കി വെക്കുക. ഓക്കെ, അതൊന്നും ആവശ്യമില്ല. അടുത്തതായി ഇവിടെ തൃതീയ മേഖലയിൽ എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടോ? അസംസ്കൃത വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, യന്ത്രസാമഗ്രികൾ. പ്രാഥമിക മേഖലയിലെ വിവിധ സേവനങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെയാണ്? ഭക്ഷ്യവസ്തുക്കൾ, വിവിധ സേവനങ്ങൾ, യന്ത്രസാമഗ്രികൾ, നിർമ്മിതി വസ്തുക്കൾ. ഇതൊക്കെയാണ് ഓരോ മേഖലയെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ മേഖലയും അവരുടെ എന്താണ്? കടമകളുമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വിശകലനം ചെയ്യുക. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതിക്ക് ഈ വിവിധ മേഖലകളുടെ പരസ്പര ആശ്രയത്വം വളരെയധികം മികച്ചതാണ് അല്ലെ. അപ്പൊ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉൽപാദക ഘടകങ്ങളെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങൾ, സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ അത് വായിച്ചു വെക്കുക. സാധനങ്ങൾ, സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ. അടുത്തത് ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണം എന്ന് അറിയപ്പെടുന്നതെന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ വരുമാനത്തിന്റെ ഒരു വിഹിതം എന്ത് ചെയ്യുന്നു? ഉപഭോക്താവ് സാധനങ്ങൾ, സേവനങ്ങൾ വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് എന്ത് ചെയ്യും? സമ്പാദ്യമായിട്ട് മാറ്റിവെക്കുകയും ചെയ്യുന്നു. അതുപോലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനം ഉപഭോഗം അല്ലെങ്കിൽ കൺസപ്ഷൻ എന്ന് അറിയപ്പെടുന്നു. എന്താണ് ഉപഭോഗം അല്ലെങ്കിൽ കൺസപ്ഷൻ? ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് കൺസപ്ഷൻ? ഇതെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളെ ആശ്രയിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ 3 ഇതിനെ ആശ്രയിച്ചാണ് ഒരു ബിസിനസ് നടക്കുന്നത്. അതായത് എന്ത് തന്നെ ഏത് മേഖലയിൽ പോയാലും ഉൽപാദനം, അതായത് പ്രൊഡക്ഷൻ വേണം, പിന്നെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ വേണം, പിന്നെയാണ് കൺസപ്ഷൻ വരുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ് ദേശീയ വരുമാനം എന്ന് നോക്കുക. അതായത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക സർവേയുടെ ഭാഗമായി വാർഷിക വരുമാന കണക്കുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നമ്മൾ എന്ത് ചെയ്യണം, സമർപ്പിക്കണം അല്ലെ. അങ്ങനെ വാർഷിക വരുമാന കണക്കെടുപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതറിയാലോ എല്ലാവർക്കും. അപ്പൊ അതുപോലെ തന്നെ ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ ശമ്പളം, മറ്റു തൊഴിലുകൾ, ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്ന മൊത്തം വരുമാനമാണ് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം. എന്താണ് വാർഷിക വരുമാനം എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അത് വായിച്ചു വെക്കുക. അതുപോലെ ഒരു രാജ്യത്തിനും എന്തുണ്ട്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തിന്റെ കണക്കുണ്ട്. അതിനെയാണ് ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായി അപ്പൊ സാമ്പത്തിക വർഷമായി കണക്കാക്കപ്പെടുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? ഏപ്രിൽ 1 മുതൽ ഏത് വരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് മിക്കവാറും PSC ടെസ്റ്റുകൾക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായി ഇന്ത്യയിൽ കണക്കാക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതാണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം. ഓക്കെ, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ നേരിട്ട് ഉപഭോഗ വസ്തുക്കളായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങൾ എന്നും, അതായത് ഫൈനൽ ഗുഡ്സ് എന്നും, അസംസ്കൃത വസ്തുവായ അതായത് മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തെയാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും അറിയപ്പെടുന്നത്. അതായത് ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ. ഇവിടെ 2 പഠിച്ചു, ഉപഭോഗ വസ്തു എന്താണ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തു എന്താണ്, അതുപോലെ തന്നെ ഇടനില സാധനങ്ങൾ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ദേശീയ വരുമാനം എന്തിനാണ് കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ, വിവിധ മേഖലകളുടെ വളർച്ച മനസ്സിലാക്കാൻ, സംഭാവനയെക്കുറിച്ച് മനസ്സിലാക്കാൻ, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന്, രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന്, രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന്, സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിനൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതായത് സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന പ്രധാന സൂചകമാണ് ഈ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ കണക്കെടുക്കുമ്പോഴാണ് ദേശീയ വരുമാനം കണക്കാക്കി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇതാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളുണ്ട്. അതായത് ഉൽപാദനം, വരുമാനം, ചെലവാക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കി ദേശീയ വരുമാനത്തെ 3 രീതിയിലായിട്ട് കണക്കാക്കുന്നുണ്ട്. ഉൽപ്പന്ന രീതി അഥവാ പ്രോഡക്റ്റ് മെത്തേഡ്, വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ്, ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇങ്ങനെ 3 രീതിയിലായിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ and subscribe. Okay, thank you. See you tomorrow.